തട്ടിച്ച പണത്തിൽ ഇത്തിരിയെ കത്തിച്ചുള്ളൂ, ബാക്കിക്കൊണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയ തന്നെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു സംഗീത. അതും സർക്കാരിന്റെ പണം കൊണ്ട്. വെറും ക്ലർക്കായ സംഗീത നെയ്തെടുത്ത സ്വപ്ന സാമ്രാജ്യം അത് ചെറുതായിരുന്നില്ല. പക്ഷെ വാർത്തയിലേക്കാണ്. വ്യാജ ആധാർ കാർഡ് കൊണ്ട് ബുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടുന്ന സംഘത്തിലെ പ്രധാന ആസൂത്രകൻ പിടിയിൽ. കൊല്ലം ചിതയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നും പ്രതികൾ 30 ലക്ഷത്തോളം രൂപയാണ് അറസ്റ്റിലായത്. കൃത്യമായ മാസ്റ്റർ പ്ലാനോടുകൂടിയാണ് സംഘത്തിന്റെ പ്രവർത്തനം. സംഘത്തിലെ മാസ്റ്റർ ബ്രെയിൻ അഞ്ചാലുംമൂട് സ്വദേശി അൽത്താഫ് നേരത്തെ പോലീസ് പിടിയിലായി. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു മുക്കുപണ്ട പണയത്തട്ടിപ്പ് മാഫിയയുടെ പ്രവർത്തനങ്ങൾ. കഴിഞ്ഞ മാർച്ച് മാസം 4-ാം തീയതി മുതൽ മെയ് 13 വരെ വിവിധ ദിവസങ്ങളിലായി ചിതറയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര സ്ഥാപനത്തിലെത്തിയ പ്രതികൾ മുക്കുപണ്ടം പണയപ്പെടുത്തി കവർന്നത് 30 ലക്ഷത്തോളം രൂപ. കൂടുതൽ അന്വേഷണത്തിൽ ജന്യ ജനുവരിയിൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയത്. പിന്നെ CCTV മറ്റും പരിശോധിച്ചാൽ പ്രതികളെ കുറിച്ച് അറിവ് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തമിഴ്നാടും പല സ്ഥലങ്ങളിലും ഇവർ ഒളിവിലായി താമസിച്ചായിരുന്നു. ലാസ്റ്റ് നമുക്ക് ഇവരെ വർക്കല പരവൂർ ട്രെയിനിൽ ഇറങ്ങുന്ന സമയത്താണ് നമുക്ക് അവരെ കിട്ടിയത്. തട്ടിപ്പിനായി ഒരു സ്ഥാപനം തിരഞ്ഞെടുക്കും മുൻപ് അവിടെ എത്തി പരിസരമാകെ പഠിക്കും. പ്രദേശത്തെ ആളുകളുമായി പരിചയപ്പെട്ട് അവിടുത്തെ സ്ഥലപ്പേരിൽ ആധാർ കാർഡ് നിർമ്മിക്കും. വ്യാജരേഖ തയ്യാറായി കഴിഞ്ഞാൽ പിന്നെ ഓപ്പറേഷനാണ്. സംഘത്തിൽ ഉൾപ്പെടുന്ന സ്ത്രീ വലിയ പരിചയത്തോടെ സ്ഥാപനത്തിലെത്തി പരിചയം സ്ഥാപിക്കും. വീട് പണി അവസാന ഘട്ടത്തിലാണെന്നും പണി ഉടൻ പൂർത്തിയാക്കാനാണ് പണയം വെക്കുന്നതെന്നും ബോധിപ്പിച്ച് കയ്യിലുള്ള മുക്കുപണ്ടം ഏൽപ്പിക്കും. കടയ്ക്കലിൽ ഉൾപ്പെടെ നടത്തിയ തട്ടിപ്പുകൾ സമാനം. എന്നാൽ ചവറയിൽ പ്ലാനിങ്ങുകൾ തകർന്നത് ഫിനാൻസ് ഉടമയ്ക്ക് തോന്നിയ ചെറിയ സംശയത്തിലാണ്. ആധാറിലെ വിലാസം പരിശോധിച്ച ഫിനാൻസ് ഉടമയ്ക്ക് എത്തിയവർ വ്യാജരെന്ന് മനസ്സിലായി. തുടർന്ന് പോലീസിൽ പരാതി നൽകി. ഏകദേശം 23,65,000 രൂപയ്ക്ക് ഇവിടെ തന്നെ പണയം വെച്ച് ഇവർ 2 പേര് മാത്രമല്ല, ഇതിന് കൂട്ടിക്കൊടുത്ത വേറൊരാളും കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അൽത്താഫിൻ്റെ ഭാര്യയും അവരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. അവർ യഥാർത്ഥമായിട്ട് സ്വന്തം ആവശ്യംവരോട് വെച്ച് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവരാണ് ഇവർക്ക് വയ്ക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തത്. തിരുവനന്തപുരം ബാലരാമപുരം സ്വദേശി രമ്യയുടെ ആൺ സുഹൃത്ത് ചിറയിൻകീഴ് സ്വദേശി ഗോൾഡൻ സജിത്ത് എന്നറിയപ്പെടുന്ന സജിത്ത്, കണ്ണനല്ലൂർ സ്വദേശി ഷമീർ എന്നിവരാണ് ഒടുവിൽ പിടിയിലായത്. രമ്യ കഴിഞ്ഞ ജനുവരി മാസമാണ് മറ്റൊരു മുക്കുപണ്ടം തട്ടിപ്പ് കേസിൽ അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതിലുൾപ്പെടെ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന അന്വേഷണത്തിലാണ് ചിതറ പോലീസ്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.